നല്ലൊരു കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനൊരു 2 പീസ് കപ്പ എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേവാനായിട്ട് വെക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും 1-2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ കപ്പ കുറച്ചൊന്ന് ഉടച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചെറിയ തേങ്ങയാണ്. ഒരു 4 ടേബിൾ സ്പൂണോളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. പണ്ട് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എൻ്റെ അമ്മ ഞങ്ങൾക്കായിട്ട് വീട്ടിലുണ്ടാക്കി വെക്കാറുള്ള ഒരു കപ്പപ്പുഴുക്കാണ് ഇത്. നല്ല ടേസ്റ്റിയാണ്, കറികളുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് മത്തിക്കറിയോ അയിലക്കറിയോ വെച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.